इख्लाफ जिंदाबाद, इख्लाफ जिंदाबाद, प्रतिषेधം പ്രതിഷേധം 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 വധശ്രമത്തിനെതിരെ പ്രതിഷേധം, ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ സംരക്ഷിക്കുക, നാട്ടിന്റെ ആരോഗ്യം കാവൽക്കാരെ സംരക്ഷിക്കുക. കേട്ടിട്ടാണ് ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയത്. വാസ്തവത്തിൽ ഞാൻ PGക്ക് പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകനായിരുന്ന ഒരു ഡോക്ടറെയാണ് ഇന്നലെ ഒരു വധശ്രമത്തിന്റെ ഭാഗമായിട്ട് തലക്കി വെട്ടി പരിക്കേൽപ്പിച്ചത്. വളരെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു ഡോക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം 2 വർഷം മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ ദാരുണമായി ഒരു കൊലപാതകം ഡോക്ടർ വന്ദന ദാസ് എന്ന ഒരു ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപാതകത്തിനും കേരളം സാക്ഷിയായത്. അന്ന് ഒട്ടനവധി പ്രക്ഷോഭങ്ങളും നിഷേധങ്ങളും നമ്മൾ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പല ഉറപ്പുകളും നമുക്ക് നൽകിയിരുന്നു. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ പോലീസ് ഹെഡ് പോസ്റ്റ് എല്ലാ ആശുപത്രികളിലും സ്ഥാപിക്കുക, അതുപോലെ എല്ലാ ആശുപത്രികളിലും CCTV സ്ഥാപിക്കുക, അതുപോലെ സുരക്ഷ ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും തന്നെ പല ഉറപ്പുകളും ഇന്ന് വരെ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നതിൻ്റെ ദൃക്സാക്ഷ്യമാണ് ഇന്നലെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന വാർത്ത. നമുക്കറിയാം, ബഹുഭൂരിഭാഗം വരുന്ന പൊതുജനങ്ങളും ആശ്രയിക്കുന്ന സാധാരണക്കാരൻ്റെ ആശുപത്രികളാണ് ഗവൺമെൻറ് ആശുപത്രികൾ. ഇവിടെ വരുന്ന രോഗികളുടെ അനുപാതവും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാരാവട്ടെ, അറ്റൻഡർമാരാവട്ടെ, അനുപാതം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇന്റർനാഷണൽ ഹെൽത്ത് സ്റ്റാൻഡേർഡോ ഇന്ത്യൻ സ്റ്റാൻഡേർഡിനോ അനുപാതികമായിട്ടല്ല ഇവിടെ ഡോക്ടർമാരോ നഴ്സുമാരോ ഉള്ളത്. നമുക്ക് താങ്ങാവുന്നതിനേക്കാളും എത്രയോ ഇരട്ടി രോഗികളെയും നഴ്സുമാരെയും നമ്മൾ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അശ്രാന്ത പരിശ്രമം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരത്തിൽ കേരളം എന്നും നമ്പർ 1 ആരോഗ്യത്തിൽ നമ്പർ 1 എന്ന ഒരു അഭിമാനബോധത്തോടു കൂടി നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അത്തരം അശ്രാന്ത പരിശ്രമം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ഈ ഐക്യത്തിനും ആരോഗ്യ പ്രവർത്തകരുടെ സേവനത്തിനും വിഘാതമാണ് എന്ന് നാട്ടുകാരായ നിങ്ങളും ഗവൺമെന്റും അടക്കം എല്ലാ ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കുക.